മേയറുമായുള്ള തർക്കത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെയെന്ന് KSRTC ബസ് ഡ്രൈവർ യദു പറഞ്ഞു. പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നീക്കങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് യദു റിപ്പോർട്ടറിനോട് പറഞ്ഞു. മേയറുടേത് വ്യാജ ആരോപണമാണെന്ന് യദുവിൻ്റെ അമ്മയും ആരോപിച്ചു. ഉയരമുള്ള ബസ്സിലിരുന്ന് യദു ലൈംഗിക ചേഷ്ട കാണിച്ചത് മേയർ എങ്ങനെ കണ്ടുവെന്ന് അമ്മ ചോദിച്ചു. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് മകനെ അനാവശ്യം പറയുന്നത് എങ്ങനെയാണെന്നും യദുവിൻ്റെ അമ്മ ചോദിച്ചു. പ്രതികരണങ്ങളെന്ന് കേട്ടുവരാം. വക്കീലിനെ കണ്ട് കേസ് ഫയൽ ചെയ്യുക തന്നെ ചെയ്യും. മേഡത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കും. മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ടോ? ഉണ്ട്. സാറിനെ കണ്ട് നാളെ പരാതി കൊടുക്കും. പരാതി കൊടുത്ത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിൽ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ എഴുതി തന്നെ കൊടുക്കും. എന്താണ് അന്ന് സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് ന്യായീകരണങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വേറെ പാസഞ്ചർ വീഡിയോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അകത്ത് കയറി ആ പയ്യനെ ഭീഷണിപ്പെടുത്തിയാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിനാണ് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറയേണ്ട കാര്യം? അത് തെറ്റുള്ളതുകൊണ്ടാണ്. അവർ പറഞ്ഞ തെറ്റാണ്, അവർ മോശമായിട്ടാണ് സംസാരിച്ചത്. ആ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ മേയർ വെളിയിൽ പോകേണ്ട അവസ്ഥ വരുമെന്നുള്ള രീതിയിലായതുകൊണ്ടാണ് മേയർ പേടിച്ചാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ എൻ്റെ അടുത്ത് മോശമായിട്ടാണ്. ബസ് ഓട്ടിച്ച് അവൻ എങ്ങനെയാണ് കൈയും കാലും ഇവരെ കാണിച്ചു ഓരോ അശ്ലീലങ്ങൾ കാണിച്ചെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഈ കാറിനകത്ത് ക്ലാസ് വിട്ടിരിക്കണവർ ഇവൻ കൈ കാണിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പൊക്കമുള്ള ബസ്സിൽ നിന്ന് ഓട്ടിക്കണോ ഇവർ ബാക്കിൽ ക്ലാസ് വിട്ട് വരണവർ ഇവരെങ്ങനെ കണ്ടു ഇവൻ കൈ കാണിക്കണേ? അത് കാണാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവർ ആ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ട് അവരോട് ഓട്ടിച്ചിട്ട് കാണിക്കാൻ പറയും. ഇങ്ങനെ ബാക്കിൽ നിന്ന് ആരെങ്കിലും കാണിച്ചാൽ കാണാമോ? പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹകരിച്ചെങ്കിൽ ഇവനെ നിൻ്റെ തന്തയുടെ വകയാണ് റോഡെന്ന് കേൾക്കേണ്ട കാര്യമല്ല. അവരൊരു മേജറായിട്ടിരുന്നുകൊണ്ടാണ് ഇത് ചോദിക്കണേ, തന്തയുടെ വകയെന്ന് റോഡ് അങ്ങനെയാണോ ചോദിക്കാനുള്ളത്? ഒരു വിദ്യാഭ്യാസം വിവരമുള്ളവർ. ഈ വിഷയം എന്തായാലും UDF ഏറ്റെടുത്തിരിക്കുന്നു. വിവിധ സംഘടനകളുടെ പ്രതിഷേധമുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധിക്കുന്നവരോടുമുള്ള ഒരു മുന്നറിയിപ്പ്, ചൂടാണ്, പകൽ സമയത്ത് പ്രതിഷേധത്തിന് പൊതുവേദിയിൽ ഇറങ്ങേണ്ട ഒരു സമയമല്ല. ഈ വിഷയങ്ങൾ നമുക്ക് വെയിലൊക്കെ ആറി പ്രതിഷേധിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചില വിഷയങ്ങളിൽ നമ്മൾക്ക് പ്രതികരിക്കാൻ സമയം തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ.